ലൈവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അനീഷ് ഇപ്പോൾ അനുമോളായിട്ട് പ്രശ്നമൊന്നുമില്ല. അനുമോൾക്ക് മാതളത്തിൻ്റെ പകുതി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആ ഒരു അതിലെയും നൂറയും അനുമോളൊക്കെ മതി കേട്ടാ അത്രയും മതി എന്ന് പറയുന്നത്, അല്ല കഴിക്കുക എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൂറയ്ക്കും കൊടുക്കുന്നുണ്ട്, അതിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എനിക്ക് തോന്നുന്നു രാവിലെ അനീഷിന് എന്തോ ഒരു ബുദ്ധി തോന്നിയതാണോ എന്താണെന്ന് അറിയില്ല. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ രാവിലെ മൂത്രമൊഴിക്കാനായിട്ട് എണീക്കുമ്പോൾ ഈ മനുഷ്യനെ എണീറ്റിരിക്കുന്നു 2 മണിയോ 3 മണിയോ കണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉറങ്ങിയിട്ടില്ല, ഞാനും അനീഷ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറയും പറയുന്നുണ്ട് രാവിലെ ഞാനും എണീറ്റപ്പോൾ അനീഷ് എണീറ്റിരിക്കുന്നത് കണ്ടു എന്ന്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അനീഷ് ഒരു ദിവസം മുഴുവനിരുന്ന് ആലോചിച്ച് ഉറക്കവും നഷ്ടപ്പെട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അത് രാവിലെ തന്നെ അനുമോളുടെ അടുത്ത് ചെന്നിട്ട് ഈ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ അനുമോള് എടുത്തടിച്ചോണം നോ എന്ന് പറഞ്ഞില്ലെങ്കിലും അനുമോളുടെ ആ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ അനീഷിന് മനസ്സിലായി ഇത് നോ പറയാനായിട്ടുള്ള ഒരു വരവാണ്, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വരുന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം അനീഷ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോയത്. കാര്യം ഈ തലേ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയും ചിന്തിച്ച് അത്രയും ഒരു സ്ട്രെസ്സും കാര്യങ്ങളിലൂടെയൊക്കെ പോയി വളരെ ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കണം അനീഷ് ഇത് അവതരിപ്പിച്ച അനുമോളുടെ അടുത്ത്. അപ്പോൾ പെട്ടെന്നൊരു നോ കേൾക്കാനായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ അനീഷ് ചിലപ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ടാണോ അതേ പെട്ടെന്ന് കേട്ടാൽ എനിക്ക് വിഷമം വരും എന്നുള്ളതുകൊണ്ടാണോ പെട്ടെന്ന് അത് ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അനീഷ് എണീറ്റ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അതിനുശേഷം ആ ഒരു ഷോക്ക്, അല്ലെങ്കിൽ അനീഷ് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ആയിരിക്കണം പ്രതീക്ഷിച്ച് ചിലപ്പോൾ അനുമോള് അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം, മനീഷ് ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം മനീഷ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു 100% ഇല്ല എന്നുള്ള രീതിയിലേക്ക് അനുമോള് വരുന്നത് കണ്ടപ്പോൾ തന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ കല്യാണം ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും സെറ്റിലാവാനുണ്ട്, എൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, അനീഷിനോട് വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ. അപ്പോൾ അനീഷ് അത് ആ ഒരു പ്രശ്നം പിന്നെ ചിലപ്പോൾ ടെൻഷനായിട്ടുണ്ടായിരിക്കാം, അനുമോളിഞ്ഞ് എല്ലാവരോടും അത് പറഞ്ഞ് പ്രശ്നമാവുമോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം കുറച്ച് നേരം അനീഷ് മൂഡ് ഔട്ടായിട്ട് നടക്കുകയായിരുന്നു. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, പക്ഷേ അതിലേക്ക് നൂറയ്ക്ക് അറിയാം അതവർ പബ്ലിസിറ്റി ആക്കിയിട്ടില്ല, അനുമോളെ കരുതിയിട്ടായിരിക്കും. കാരണം നെവിനും അക്ബറൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് കീറാനും അത് ഇവരെ രണ്ടുപേരുടെയും ഗെയിമിനെ ബാധിക്കും, അനീഷിൻ്റെയും അനുമോളെയും. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവും ഞാനത് പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ അത് കാരണം അനീഷ് കുറച്ച് ഏജൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കുറേ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണല്ലോ. അപ്പോൾ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് അനീഷ് ചെയ്യുന്നത്. അനീഷിൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അങ്ങനെ ഒരു കാര്യം സ്ത്രീകളോട് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ജെനുവിനായിട്ടൊരു ആഗ്രഹമായിരിക്കാം അനീഷ് വിചാരിച്ചിട്ടുണ്ടാവും ഇനി പുറത്തിറങ്ങിയിട്ട് ഇത് കഴിയട്ടെ, ഗെയിം കഴിയട്ടെ, അല്ലെങ്കിൽ ഇനി 2 പേരുടെയും ഗെയിമിനെ ബാധിക്കാതിരിക്കാൻ തൽക്കാലം ഇങ്ങനെ പോവാം, അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്നുള്ള ഒരു ധാരണയിലെത്തിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ മാറി അനുമോളുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്താണെങ്കിലും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. പിന്നെ ജയിൽ നോമിനേഷനിലും അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി കാരണം അനുമോൾ ആ പ്രശ്നം ഉണ്ടാക്കിയത് അനുമോളാണ്, ഒരു പയറിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമിനേഷൻ അനീഷ് എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ വാലിഡായിട്ട് റീസൺ കൊണ്ട് നോമിനേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളായി വരാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.